ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതി തിടുക്കത്തിൽ നടപ്പാക്കില്ലെന്ന് സർക്കാർ. ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് മതിയായ സമയം നൽകും. ഓണത്തിനുൾപ്പെടെ ക്ഷേമ പെൻഷൻ വിതരണം നിലവിലെ രീതിയിൽ തന്നെ തുടരും. ബാങ്ക് വഴിയുള്ള വിതരണം എന്ന തീരുമാനം തത്വത്തിൽ എടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ധനകാര്യ വകുപ്പ് വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. ക്ഷേമ പെൻഷൻ ബാങ്ക് വഴിയാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പെൻഷൻ വിതരണം, അതിൽ പ്രതിപക്ഷം കടുത്ത വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതോടുകൂടിയാണോ നിലവിൽ തിടുക്കത്തിൽ അത് നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിച്ചേർന്നത്? പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ പെൻഷൻ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നടപടിയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് സർക്കാർ പൂർണ്ണമായും തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് വേഗത്തിൽ നടപ്പാക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണം എന്ന് പറയുന്നത്, ഈ ബാങ്ക് അക്കൗണ്ട് വഴിയാക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകൾക്കും അക്കൗണ്ട് വേണം. നമുക്കറിയാം, വളരെ പ്രായമായ ആളുകളൊക്കെയാണ് ഈ പെൻഷൻ വാങ്ങുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ ഈ പറയുന്ന സമയത്തിനുള്ളിൽ ബാങ്കുകളിലെത്തി അക്കൗണ്ടൊക്കെ തുറന്ന് അത് പെൻഷൻ അവരുടെ അക്കൗണ്ടിലോട്ട് എത്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഒരു കുറച്ചു പേർക്കെങ്കിലും ഈ സംവിധാനം റെഡിയാകാതെ വന്ന് പെൻഷൻ കൃത്യമായി കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ പഴി പൂർണ്ണമായും സർക്കാരിന് കേൾക്കേണ്ടി വരും. പെൻഷൻ കിട്ടിയില്ല എന്നുള്ള ഒരു പ്രചരണം എന്തായാലും പ്രതിപക്ഷം അത് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. അപ്പോൾ ധൃതി പിടിച്ച് എന്തായാലും വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടൻ നടപ്പാക്കില്ല, ഒരു തിടുക്കത്തിൽ നടപ്പാക്കില്ല. പക്ഷേ ഇത് വരും മാസങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ സമയമെടുത്തത് നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. അതിൽ നിന്ന് സർക്കാർ ഒരു കാരണവശാലും പിന്നോട്ടില്ല. കാരണം അത് ഇതിന് പിന്നിലുള്ള തട്ടിപ്പ് പൂർണ്ണമായും തടയുക എന്നുള്ളതാണ്. ചില സൊസൈറ്റി സംഘങ്ങൾക്ക് വഴിയാണ് ഈ പ്രായമായ ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റു ചില ആളുകൾക്കൊക്കെ ഈ വീട്ടിലെത്തിച്ച് പെൻഷൻ കൊടുത്തിരുന്നത്. അങ്ങനെ പെൻഷൻ വാങ്ങാത്ത ആളുകൾ അല്ലെങ്കിൽ അതങ്ങനെ കൈപ്പറ്റാത്ത ആളുകളൊക്കെ തിരികെ ആ പണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ കൊണ്ട കൊടുക്കുന്ന ആളുകളൊന്നും കൃത്യമായ സമയത്തൊന്നും അത് തിരികെ ഏൽപ്പിക്കുന്നില്ല. അതിന് പിന്നിൽ ചില തട്ടിപ്പുണ്ടെന്നൊക്കെ ആക്ഷേപമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ട് വഴിയാക്കുകയാണെങ്കിൽ അതിന്റെ ഉപഭോക്താക്കളിലേക്ക്, അത് കിട്ടേണ്ട ആളുകളിലേക്ക് നേരിട്ട് തന്നെ എത്താം എന്നുള്ളത് കണക്ക് കൂട്ടുകയും ചെയ്തു. അത് വളരെ മികച്ചൊരു തീരുമാനമാണ്. കാരണം അത്തരത്തിലുള്ള തട്ടിപ്പൊക്കെ പൂർണ്ണമായും തടയുകയും ചെയ്യാം. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ വളരെ പെട്ടെന്ന് നടപ്പാക്കി ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യമുണ്ട്. ഇനിയിപ്പോൾ ഓണമൊക്കെ അടുത്ത് വരികയാണ്. ഈ ക്ഷേമ പെൻഷനൊക്കെ പ്രതീക്ഷിച്ച് പല ആളുകളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. എന്തായാലും നിങ്ങളുടെ പെൻഷൻ കൈകളിലെത്തും. അത് ബാങ്ക് അക്കൗണ്ട് വഴിയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് അതെല്ലാം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ഇവരെ കൈകളിലോട്ട് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. ശരി, എന്തായാലും ഈ തീരുമാനം അത് ഉടൻ നടപ്പാക്കില്ല എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. വിവരങ്ങളാണ് സിജോ നൽകിയത്. സിജോ, ഒന്ന് തുടരുക.